വളരെ മനോഹരമായ ഈ ദിവസത്തിന്റെ മധ്യാഹ്ന സമയം കൊളവള്ളിയുടെ ദേശത്ത് ഈ മൺപരപ്പിൽ കാലൂന്നി നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത സൃഷ്ടാവിന്റെ മനോഹര നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യ പദവിക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സൃഷ്ടിതാവിന് സ്തുതി കരേറ്റുന്നു. അപ്പോൾ തന്നെ കൊളവള്ളിയുടെ മണ്ണിലെ അനുഗ്രഹീതരായ നന്മ നിറഞ്ഞ നിഷ്കളങ്കരായ നേരുള്ള ദേശവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിച്ചുകൊള്ളുന്നു. ഈ കോളാമ്പിയുടെ ശബ്ദപരിധിയിലേക്ക് വരുന്ന ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവചരിത്രത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീരും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ഒരു പരിഹാരമാകും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസമാകും, വിടുതലാകും. അതുപോലെ സമാധാനമില്ലാത്തിടത്ത് ദിവ്യ സമാധാനം കൊണ്ട് നിറയുവാനിടയായി തീരും. പ്രതിസന്ധികളെ മറികടക്കുവാൻ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ അടിയുലഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതലും രക്ഷയും ഈ വരുന്ന നിമിഷത്തെ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കാതലായിരിക്കുന്ന ഞങ്ങളുടെ പ്രാണന്റെ ഉടയവന്റെ നാമത്തിലൂടെ ഉണ്ടാകുമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. ആകയാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ള ഒരു മഹാസന്ദേശവുമായാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദേശത്ത് നിങ്ങളോടൊപ്പം ജനിച്ചു വളർന്ന ഈ ദേശവാസിയായ പ്രിയ പൈതൽ നിശാന്ത് ഞങ്ങളോടുകൂടെ ഉണ്ട്. ഒരു മനോഹരമായ പാട്ട്, സൃഷ്ടിതാവിനെ വാഴ്ത്തുന്ന ഒരു മനോഹര ഗാനം പാടി പ്രാരംഭമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിശാന്തിനെ ഒരു പാട്ട് പാടുവാൻ ക്ഷണിക്കും. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. ഉണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ.
ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. മുഖസ്തുതികളില്ലാതെ മുൻവരകളില്ലാതെ ഹൃദയത്തിനുണ്ടകത്തുണ്ടായിരുന്ന ഭാവത്തെ പറയാതിരിക്കാൻ കഴിയത്തില്ല. ഈ പ്രിയ കുഞ്ഞിവിടെ പാടുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ അകത്തളം നിറയുകയായിരുന്നു. കഴിഞ്ഞ 500-ൽ പരം മീറ്റിങ്ങുകൾ ഞങ്ങൾ പല ദേശത്തും നടത്തി വന്നിട്ടുണ്ട്. എങ്കിലും ആദ്യമായാണ് ഞങ്ങളോട് ചേർന്ന് ഇങ്ങനെയൊരു പൈതല്. എൻ്റെ കണ്ണുകൾ നിറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സ്തോത്രം, വഴിയരികിൽ പൊലിഞ്ഞു പോകാവുന്ന, ഏതെങ്കിലും ഒരു തെരുക്കോണിൽ തീർന്നു പോകാവുന്ന ഒരു ബാല്യം, ആർക്കും വേണ്ടാതെ ദാക്ഷിണ്യമില്ലാതെ നിർദ്ദയം തള്ളിക്കളയേണ്ട ഒരു പിഞ്ചു കുഞ്ഞ്, നിങ്ങളുടെ നാട്ടുകാരൻ, ഈ ദേശം ഉറ്റുനോക്കുക അവനിലേക്ക്, നിഷാദിലേക്ക്. എനിക്ക് അവനെ കണ്ടപ്പോൾ തോന്നിയത് ജെറുസലേമിലേക്ക്, യെരിഹോവിലേക്ക് പോയ മൃതപ്രായനായ ഒരു മനുഷ്യനെ തേടി വന്ന നല്ല ശമരിയാക്കാരന്റെ സ്നേഹം. ആ സ്നേഹം അവന്റെ മുറിവുകളെ കെട്ടി, അവന്റെ തകർച്ചയിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് അവനൊരു ജീവിതം പുതുക്കി നൽകിയ സൃഷ്ടിതാവിന്റെ ആ മനോഹര സ്നേഹം എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിറഞ്ഞു തുളുമ്പിപ്പോയി. പ്രിയമുള്ളവരെ, നിഷാദ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞങ്ങളെക്കാൾ അധികമായി നിങ്ങൾക്ക് സുപരിചിതനാണ് ഈ കുഞ്ഞ്. ഈ ദേശത്ത് അവൻ എങ്ങനെയായിരുന്നു, അവന്റെ കുടുംബം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി കണ്ടതായിരിക്കാം. തീർച്ചയായും ഞാൻ പറയട്ടെ, അവനെ ഇന്നിവിടെ നിർത്തി ആ മാറ്റമില്ലാത്ത പ്രാണനാഥന്റെ ഇമ്പമാർന്ന ശബ്ദം വളരെ മനോഹരമായി മറ്റാര് പാടിക്കേട്ടതിലും അധികമായി എനിക്കത് വളരെ ഇമ്പമായി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു ആഴങ്ങളിൽ. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിയ സ്നേഹിതരെ, അതെ, അവനെ ജീവചരിത്രത്തെ മാറ്റിയ, അവന്റെ ജീവിതത്തിൽ സമാധാനം നൽകിയ, അവന്റെ കുടുംബത്തെ പുതുക്കി പണിത, ഈ ദേശത്ത് തകർന്നു പോകേണ്ട, പട്ടുപോകേണ്ട, അല്ലെങ്കിൽ മൃത്യു കവർന്നെടുത്തു പോകേണ്ട, ഒന്നുമല്ലായി തീരേണ്ട ഒരു ജീവിതത്തെ മടക്കി കൊണ്ടുവന്ന ആ പ്രാണനാഥൻ യേശുവിന്റെ സ്നേഹം എത്ര അവർണ്ണനീയമാണ്. ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളേവരെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും അതുപോലൊരു വാതിൽ ഇതാ തുറന്നിരിക്കുകയാണ്. ആ രക്ഷകൻ ഇരുകരവും നീട്ടി നിങ്ങളെയും മാർവോട് ചേർക്കുവാൻ, നിങ്ങളുടെ കുറവുകളെ നോക്കാതെ, കുറ്റങ്ങളെ നോക്കാതെ, നിങ്ങളുടെ പാപത്തിലെ ആഴങ്ങളെ ആരാതെ അവൻ പറയുക, മകളെ, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഇതാ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരിക്കൽ ഒരു പാട്ടുകൾ കൂടി പാടി ഈ ദേശത്തെ പ്രിയ ദേശവാസികൾക്ക് ആ യേശുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ സഹയാത്രികൻ എബി കടപ്പാക്കരയെ ഞാൻ ഒരു പാട്ടൂടെ പാടുവാൻ ക്ഷണിക്കുകയാണ്. ഈ സമയം നിങ്ങൾ ചെലവഴിക്കുന്ന, ഈ ശ്രദ്ധ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അത് നിങ്ങളുടെ പിതാവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ മാർവോട് ചേർക്കുവാൻ വെമ്പൽ കൊള്ളുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന നല്ല കർത്താവിലേക്ക്, അത് നിങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി തീരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഞാൻ എന്റെ സഹപടൻ എബി പടപ്പാക്കരയ്ക്ക് ഒരു ഗാനം പാടുവാനായി ഏൽപ്പിക്കുന്നു. മൈക്കുകൾ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം.
സ്നേഹമെത്രയോ അവർണ്ണനീയം നിർവ്യാജ സ്നേഹം അവർണ്ണനീയം നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം നിർവ്യാജ സ്നേഹം അവർണ്ണനീയം നീജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും സ്നേഹം നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം നിർവ്യാജ സ്നേഹം അവർണ്ണനീയം അറിവിനാൽ അളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം അറിവിനാൽ അളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ അത്ഭുതമാ സ്നേഹം നിന്ദാനം അത്ഭുതമാ സ്നേഹം നിന്ദാനം ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും ദിവ്യസ്നേഹം നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം നിർവ്യാജ സ്നേഹം അവർണ്ണനീയം പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം സ്നേഹം എത്ര ശ്രേഷ്ഠം ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും ദിവ്യസ്നേഹം നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിനക്കു തുല്യൻ നീ മാത്രമല്ലോ നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം നിർവ്യാജ സ്നേഹം അവർണ്ണനീയം നിൻ
എത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. ബീജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി അറിയിക്കട്ടെ. വരുന്ന അല്പനിമിഷം നിങ്ങളെ ഈ പ്രഭാഷണത്തിലേക്ക്, അതിന്റെ ശ്രദ്ധയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടെ അനുഗ്രഹീതമായ ഈ പ്രഭാഷണത്തിനായി കടന്നു വന്നിരിക്കുന്നത് അജി ആന്റണി, ഞങ്ങളുടെ സഹയാത്രികൻ, അനുഗ്രഹീത പ്രഭാഷകൻ. ഇപ്പോ ഈ എബി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പറയുന്ന ഒരു വാക്ക് എന്റെ ഹൃദയത്തെ ഉടക്കിയതൊന്ന് ഓർപ്പിക്കുകയായിരുന്നു. ഓരോ ആത്മാവിനും ദൈവം നൽകുന്ന വില എത്ര വലിയതാണ്. എന്റെ കണ്ണു നിറഞ്ഞു പോയി ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ. നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ ആത്മാവിൽ ഒരു വലിയ ഭാരവും തോന്നുന്നു. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ തിരുക്കോണുകളിലൊക്കെ വന്നു നിന്ന് ഈ മാറ്റമില്ലാത്ത പ്രാണനാഥന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ പ്രേരിതമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന നിമിഷം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയപൂർവ്വം നിങ്ങൾ നൽകണം. ദൈവം നിങ്ങളെ വളരെയധികമായി സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് വീണ്ടും ഈ കൊളപ്പള്ളിയിൽ ഇങ്ങനെ വന്ന് ആ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ആയതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നല്ല മനസ്സുള്ളവരാണ്, നിഷ്കളങ്കരാണ്, നേരുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം സമയം ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി കാത്തോർത്തതും. തിരുക്കോണിൽ ഒരു ശബ്ദം കേട്ട് വേണമെങ്കിൽ ഒഴിവായി പോകാമായിരുന്നു. അല്ല, നിങ്ങൾ ഇതിനായി ചെവി ചായ്ച്ചത് നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ വളരെ അനുകൂലമായ മനസ്സുള്ളവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. ആയതിനാൽ ആ രക്ഷകന്റെ അരികിൽ എങ്ങനെ വരാം, ആ രക്ഷകനെ എങ്ങനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം, എങ്ങനെ ആ രക്ഷകന്റെ രക്ഷയുടെ പൂർണ്ണതയെ ആസ്വദിക്കുവാൻ കഴിയും എന്നുള്ളത് വരുന്ന അല്പസമയം കൊണ്ട് ഞങ്ങളുടെ സഹയാത്രികനായിരിക്കുന്ന അജി ആന്റണി നിങ്ങൾക്ക് മുൻപിൽ അത് വരച്ചു കാണിക്കും. ഞാൻ അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ദൂരത്തും ചാരത്തും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കേറിയ മണിക്കൂറുകളുടെ പരിമിതങ്ങളായ അല്പം മിനിറ്റുകൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ഒരിക്കൽ കൂടെ ഞങ്ങളിലേക്ക് ചോദിക്കുകയാണ്. ഈ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങൾ, ഇവിടെ നിങ്ങൾ ശ്രമിക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ പ്രബോധന സന്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു തകർച്ചയ്ക്കല്ല, നിങ്ങളുടെ ജീവിതത്തിന് നന്മയ്ക്കും അഭിവൃദ്ധിക്കും ആശ്വാസത്തിനും സമാധാനത്തിനും അത് കാരണമായി ഭവിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആദരണീയരായ വിശിഷ്ട അതിഥികളുടെ മഹനീയ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും ആരംഭം കുറിച്ച ഈ സ്നേഹ സന്ദേശയാത്ര നമ്മുടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇത്തരത്തിലുള്ള തെരുവുകളില്, പെരുവഴികളില്, ഇടവഴികളിലൊക്കെ സ്നേഹ സമാധാന സന്ദേശം വിളംബരം ചെയ്ത അനന്തരം ഈ സുന്ദരമായ ദിവസത്തിന്റെ ഏതാണ്ട് സായാഹ്നവേളയിൽ കൊടുവള്ളി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഗ്രാമപ്രദേശത്തിന്റെ ഹൃദയഭാഗത്ത് ഈ സ്നേഹ സന്ദേശവുമായി നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരും സന്തുഷ്ടരുമാണ്. ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്ന സന്ദേശം, ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രഭാഷണങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആശയമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയമല്ല, ഏതെങ്കിലും ഒരു ഇസത്തിന്റെ ആശയമല്ല. ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന സന്ദേശം യേശുക്രിസ്തുവിന്റെ പവിത്രമായ സുവിശേഷമാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു സമുദായ സന്നദ്ധ സംഘടനകളുടെ വക്താക്കളായിട്ടൊന്നുമല്ല നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വക്താക്കളായിട്ട്, അവിടുത്തെ സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായിട്ട്, പ്രചാരവാഹകരായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്.
എന്താണ് സുഹൃത്തുക്കളെ സുവിശേഷം? എൻ്റെ ആദരണീയരായ ബഹുമാനമുള്ള കേൾവിക്കാർ ഗ്രഹിക്കത്തക്ക നിലയിൽ ഏറ്റവും ലളിതമായി, ഏറ്റവും വിനയത്തോടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം? എൻ്റെ സഹപ്രവർത്തകൻ, ഈ യോഗത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ പ്രിയ മനോജ് മാത്യു ഇപ്രകാരം ഓർപ്പിക്കുവാനിടയായി. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ ഞങ്ങൾ ഈ കൊടുവള്ളി ദേശത്തിലുള്ള ആദരണീയരായ കേൾവിക്കാരെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ്. സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട്, സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായിട്ട്, സുവിശേഷത്തിന്റെ പ്രചാരവാഹകരായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് സുവിശേഷം എന്ന് പറയേണ്ടതിന്റെ പിന്നിലെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതാണ്. സുഹൃത്തുക്കളെ, സുവിശേഷത്തെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകള് മനുഷ്യ മനസ്സിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലമാണിത്. സുവിശേഷത്തെ കുറിച്ച് ഒരുപാട് അബദ്ധധാരണകള് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ഇൻജക്ട് ചെയ്തിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടങ്ങളിലാണ് ഈ സുവിശേഷ സന്ദേശവുമായിട്ട് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. സുവിശേഷം ഒരിക്കലും ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം ഒരിക്കലും ഒരു മതപരിവർത്തനമല്ല. സുവിശേഷം ഒരിക്കലും ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലോ ആശയമോ അല്ല. സുവിശേഷം ഒരിക്കലും ഈ മണ്ണിൽ ആവിർഭവിച്ച ഇവിടുത്തെ മതങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ക്രൈസ്തവർ അവരുടെ അണിയറയിൽ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ വിശദീകരണമല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ശാന്തിയുടെ സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ദിവ്യ സമാധാനത്തിന്റെ സന്ദേശമാണ്. ഒന്നുകൂടി ഇറങ്ങിപ്പറഞ്ഞാൽ, പാപം എന്ന വിപത്തിലൂടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും അകന്നുപോയ മുഴുവൻ മാനവരാശിക്കും സകല മനുഷ്യ സൃഷ്ടിക്കും ഏക സത്യ ദൈവത്തിങ്കിലേക്കുള്ള നിരപ്പിന്റെ വിളംബര പ്രഖ്യാപനമാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷം ഈ സ്ഥലത്ത് പരസ്യമായി നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾ ധന്യരാണ്. പ്രിയപ്പെട്ടവരെ, അല്പ നിമിഷങ്ങൾ മാത്രമേ ഈ സന്ദേശവുമായിട്ട് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ വികാരങ്ങളെ അധികം വ്രണപ്പെടുത്താതെ ഏറ്റവും ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിച്ചു മടങ്ങുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറെ സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. പിന്നെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരിക്കൽ കൂടെ ആ പ്രയോഗം ഞാൻ ഒന്ന് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം എന്ന് പറയുന്നത് വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറെ സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന അതിപ്രധാനമായ 3 ഘടകങ്ങൾ, 3 കാര്യങ്ങൾ സുവിശേഷത്തിന്റെ ഉൾക്കാമ്പായി, സുവിശേഷത്തിന്റെ കാതലായിട്ട് നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയും. അതാണ് അതിശ്രേഷ്ഠ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന് പൗലോസ് പറയുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇത് 3ഉം ഒന്ന് ചേരുന്നതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിലെ കാതലായ പ്രമേയം എന്ന് പറയുന്നത്
കർത്താവായ യേശുക്രിസ്തുവാണ്. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ അധികം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിനെയാണ് ഈ സ്ഥലത്ത് പരസ്യമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആർക്കും നിക്ഷേപിക്കുവാൻ പറ്റാത്ത ഒരു വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. ആർക്കും അവഗണിച്ച് മുഖം തിരിച്ച് മാറിപ്പോകുവാൻ പറ്റാത്തൊരു വ്യക്തിവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, അനുഗമിപ്പാനും അംഗീകരിപ്പാനും ആരാധിപ്പാനും അനുധാവനം ചെയ്യുവാനും കൊള്ളാമെന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു നിർമ്മിത കഥയല്ല. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു പഴങ്കഥയല്ല, ഒരു കെട്ടുകഥയല്ല. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നാളുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ വന്ന് ഇവിടെ ജീവിച്ച് ഇവിടെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് തിരസ്കരിക്കാൻ പറ്റാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനു മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് ആധികാരികമായി ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ക്രിസ്തുവിനെ പല നിലയിൽ ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ക്രിസ്തുവിനെ ഒരു മതത്തിന്റെ നേതാവായി വരച്ചു കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ ഒരു നല്ല മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ അവരെ തെറ്റു പറയുന്നില്ല, അവരെ പുച്ഛിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മതിയായ അവരുടെ അറിവുകേടായിരിക്കാം യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വിശുദ്ധ വേദപുസ്തകം പഠിച്ചപ്പോൾ യേശുക്രിസ്തു ആരാണ് എന്ന അന്വേഷണത്തിന് എനിക്ക് കണ്ടെത്തൽ ലഭിക്കുവാനിടയായി. യേശുക്രിസ്തു പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ അവൻ പ്രവാചകൻ തന്നെയാ, എന്നാൽ അവൻ പ്രവാചകൻ മാത്രമല്ല. യേശുക്രിസ്തു മധ്യസ്ഥനാണോ എന്ന് ചോദിച്ചാൽ അവൻ മധ്യസ്ഥനാണ്, എന്നാൽ അവൻ മധ്യസ്ഥൻ മാത്രമല്ല. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ്, എന്നാൽ അവൻ സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി പറഞ്ഞ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. നിങ്ങള് ചരിത്രം ഒരുപക്ഷെ അറിയാവുന്നവരായിരിക്കാം. ഇവിടെ ജനിച്ച മഹാന്മാരെ കുറിച്ചും ഇവിടെ ജനിച്ച മഹാരഥന്മാരെ കുറിച്ചും ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുള്ളവരായിരിക്കാം. ഈ ലോകത്തെ മേൽ മറിച്ച ഭരണാധികാരികളെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുള്ളവരായിരിക്കാം. സഹൃദയരെ, സുഹൃത്തുക്കളെ, നല്ലവരായ ദേശസ്നേഹികളെ, അവരാരും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു പ്രഖ്യാപനമാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി പറഞ്ഞത്. അതെന്താണ്? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവനെന്ന് ലോകത്തെ നോക്കി ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച് ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാ. ഒരുവൻ ദൈവമാണെങ്കിൽ ആ ദൈവത്തിൽ അടങ്ങിയിരിക്കേണ്ട മൂന്ന് കാര്യമാണ്. ഒന്ന്, ദൈവം വഴിയായിരിക്കണം. രണ്ട്, ദൈവം സത്യമായിരിക്കണം. മൂന്ന്, ദൈവം ജീവനായിരിക്കണം. ഇത് മൂന്നും ഞാനാണെന്ന് ഒരു മനുഷ്യൻ ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി പറയണമെങ്കിൽ ഒന്നെങ്കിൽ ആ മനുഷ്യൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭ്രാന്തൻ, അല്ലെങ്കിൽ ആ മനുഷ്യൻ സർവശക്തനായ ദൈവം. അതിൽ ഒന്നാമത്തെ പ്രഖ്യാപനം ഞാൻ വിടുകയാണ്. യേശുക്രിസ്തു ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ തർക്കമില്ല. ബൈബിൾ പറയുന്നു യേശുക്രിസ്തു സത്യദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു അവൻ സത്യദൈവവും അവൻ നിത്യജീവനുമാണ്. യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുക്രിസ്തു സ്നേഹവാനാണ്. യേശുക്രിസ്തു സൗഖ്യദായകനാണ്. യേശുക്രിസ്തു സമാധാനദായകനാണ്. അവിടുത്തെ ഐഹിക ജീവിത കാലഘട്ടങ്ങളിൽ എത്ര കുഷ്ഠരോഗികളെ അവിടുന്ന് സൗഖ്യമാക്കി, എത്ര ഭൂതബാധിതരെ അവിടുന്ന് സൗഖ്യമാക്കി, എത്ര കുരുടർക്ക് അവിടുന്ന്
കാഴ്ച കൊടുത്തു, എത്ര ഊമരെ അവൻ സംസാരിക്കുമാറാക്കി, എത്ര ചെകിടർക്ക് അവൻ കേൾവി കൊടുത്തു, എത്ര മുടന്തന്മാരെ അവൻ സൗഖ്യമാക്കി, മാത്രമല്ല എത്ര മരിച്ചവരെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തു സൗഖ്യവാനാണ്, രോഗികൾക്ക് പരമവൈദ്യനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സ്ഥലത്ത് പരസ്യമായി സ്നേഹസമ്പന്നരായ നിങ്ങളോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു ഒരു കെട്ടുകഥയല്ല, ആമേൻ, അവൻ ഒരു ഐതിഹ്യമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു രക്ഷകനാണ്, വിമോചകനാണ്, ആരാധ്യനാണ്, ഉത്ഥിതനാണ്, ഏക കർത്താവാണ്, ഏക രക്ഷിതാവാണ്. അപ്പൊ യേശുക്രിസ്തു ഏക കർത്താവാണെങ്കിൽ, യേശുക്രിസ്തു നിത്യജീവനാണെങ്കിൽ, യേശുക്രിസ്തു സത്യദൈവമാണെങ്കിൽ, യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ, യേശുക്രിസ്തു വഴി സത്യം ജീവനാണെങ്കിൽ, യേശുക്രിസ്തു ജീവനും പുനരുത്ഥാനവുമാണെങ്കിൽ, ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ സുഹൃത്തുക്കളെ, ആ യേശുക്രിസ്തു ഈ മരുഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് തിരസ്കരിക്കാൻ പറ്റാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്ന സന്ദേശത്തിന്റെ ഗാംഭീര്യം, ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്ന സന്ദേശത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്തിനാണ് കർത്താവായി യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്? എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്തിന് ഈ ലോകത്തിൽ വന്നു? പറയാ, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്, കുറച്ചുകൂടെ പറഞ്ഞാൽ അവൻ അവതരിച്ചു എന്ന് പറയുന്ന പദമാണ് എനിക്കിഷ്ടം. ജനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ യേശുക്രിസ്തു ലോകത്തിൽ അവതാരം ചെയ്തു എന്ന പദമാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ ജനിച്ച ശേഷം ഉണ്ടായവനല്ല നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു. ഞാൻ ജനിച്ച ശേഷമാണ് ഇവിടെ ഉണ്ടായത്. എന്റെ സ്നേഹിതൻ മനോജ് ജനിച്ച ശേഷമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ നിൽക്കുന്ന ഞാനും നിങ്ങളും ജനിച്ച ശേഷമാണ് ഉണ്ടായത്. എന്നാൽ നിങ്ങളോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു ജനിച്ച ശേഷമല്ല ഉണ്ടായത്, അവൻ ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്. ആ പദത്തിന്റെ അർത്ഥം അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്. അവന് തുടക്കമുണ്ടോ? ഇല്ല. അവൻ ഒടുക്കമുണ്ടോ? ഇല്ല. അവന് തുടക്കവുമില്ല, അവൻ ഒടുക്കവുമില്ല. സകലത്തിന്റെയും കാരണഭൂതനാണവൻ, സകല സൃഷ്ടിക്കും ആദിജാതനാണവൻ, സകലത്തെയും തന്റെ കരുത്തുള്ള വാക്കിനാൽ ഉളവാക്കിയവനാണവൻ. അവൻ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവായവൻ എന്തിനാണ് ഈ താണലോകത്തിൽ മനുഷ്യനായി ജനിച്ചത്? അല്ല, എന്തിനാണ് അവൻ ഈ താണലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്? 2022 വർഷങ്ങൾക്ക് പുറകിൽ ജീവിതത്തിന്റെ പവിത്ര കഥ കാത്തു സൂക്ഷിച്ച മറി എന്ന ഒരു കന്യകയുടെ ഉദരം കടമെടുത്ത് ആ ഉദരത്തിൽ മഹാദൈവമായ ക്രിസ്തു 9 മാസം ചുരുങ്ങി വേഷത്തിൽ മനുഷ്യാകാരം സ്വീകരിച്ച് കാലഘട്ടത്തെ AD എന്നും BC എന്നും തിരിച്ച് എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത്? സഹൃദയരെ, സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് പുറകിൽ ഈ പാരിൽ മനുഷ്യനായി ജനിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. മതം സ്ഥാപിക്കാനല്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല, യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു മതം എന്നൊരു മതമില്ല. ഇവിടെ സിഖ് മതമുണ്ട്, പാർസി മതമുണ്ട്, ജൈന മതമുണ്ട്, മതങ്ങളുടെ പരമ്പരകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ക്രിസ്തു മതം എന്നൊരു മതമില്ല. ഇതിനെ മതമെന്ന് ആരെങ്കിലും വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അവരുടെ അറിവുകേടാണെന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. അപ്പൊ യേശുക്രിസ്തു മതം സ്ഥാപിക്കാൻ വന്നതല്ല, യേശുക്രിസ്തു ഏതെങ്കിലും പ്രസ്ഥാനം പടുത്തുയർത്താൻ വന്നതല്ല, യേശുക്രിസ്തു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത്? വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു സൂക്തമുണ്ട്, അത് ഞാനൊന്ന് ഉരുവിട്ടോട്ടെ. മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. മറ്റൊരു വചനം കൂടെ, യേശുക്രിസ്തുവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ അപ്പനാകാൻ ഭാഗ്യം ലഭിച്ച ജോസഫിനോട് എന്താണ് സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്? നീ വിവാഹം കഴിക്കാൻ പോകുന്ന, നിനക്ക് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയാകുന്ന മറിയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ ആരാ? അവൻ മത
മതസ്ഥാപകനോ രാഷ്ട്രസ്ഥാപകനോ തത്വചിന്തകനോ സത്യാന്വേഷിയോ ഗ്രന്ഥകാരനോ തീർത്ഥാടകനോ അല്ല. പിന്നെ അവനാരാ? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശുക്രിസ്തു എന്ന് പേരിടണം. അപ്പൊ സഹൃദയരെ, സുഹൃത്തുക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, വിശുദ്ധ വേദപുസ്തകത്തിലെ സത്താവിശേഷമാകുന്ന കർത്താവായ യേശുക്രിസ്തു, അഖിലകോടി ജനവിഭാഗത്തിന്റെയും രക്ഷകനാകുന്ന കർത്താവായ യേശുക്രിസ്തു, ജീവനും വെളിച്ചവും നിത്യജീവനുമാകുന്ന കർത്താവായ യേശുക്രിസ്തു 2018 വർഷങ്ങൾക്ക് പുറകിൽ മാനവാകാരം സ്വീകരിച്ച് മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത് എന്തിനാണ്? മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ്. അല്ലാതെ മതസ്ഥാപനത്തിനോ രാഷ്ട്രസ്ഥാപനത്തിനോ രാഷ്ട്ര പാർട്ടികളുടെ രൂപീകരണങ്ങൾക്കോ അല്ല യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്. നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ തിരുവവതാരത്തിന്റെ പിമ്പിലെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ചൊരു അവതാരമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അവതാരങ്ങൾ പലരും ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അവരൊക്കെ പാപിയെ നിഗ്രഹിക്കാൻ അവതരിച്ചപ്പോൾ പാപിയെ നിഗ്രഹിക്കാതെ പാപത്തെ നിഗ്രഹിച്ചുകൊണ്ട് പാപത്തിന്റെ ഭീകരതയിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ അവതരിച്ച ഒരു അവതാര പുരുഷൻ, ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. സ്നേഹിതരെ, ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ്. മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മോക്ഷം പ്രാപിക്കുവാൻ മനുഷ്യൻ അവധിയുടെ പല കോണുകളിലും നെട്ടോട്ടമോടുകയാണ്. എല്ലാവരും പാപികളാണ്. വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് അത്യുന്നതനായ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പാപമില്ലെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു മനുഷ്യനുമില്ല. എനിക്ക് പാപമില്ലെന്ന് പറയാൻ ആരെങ്കിലും ആർജവം കാണിച്ചാൽ ഞങ്ങൾ പറയും നിങ്ങൾ മരിക്കയില്ല. കാരണം എല്ലാവരും പാപികളാണ്. ജന്മന കർമ്മന വാഗ്മന ഗായങ്ങളാൽ മനുഷ്യൻ പാപികളാണ്. എങ്ങനെയാണ് മനുഷ്യനിലേക്ക് പാപം വന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യൻ എപ്പോൾ അകന്നു, ആ അകലിച്ചയിലൂടെ ദൈവസൃഷ്ടിയായ മനുഷ്യനിലേക്ക് ഇരഞ്ഞു കയറിയ മാരകമായ ദുരന്തമാണ് പാപമെന്ന് പറയുന്നത്. ഈ പാപമാണ് സകല അനിശ്ചിതത്വത്തിന്റെയും പിമ്പിലെ കാരണം. ഈ പാപമാണ് സകല ആത്മഹത്യയുടെയും പിമ്പിലെ കാരണം. ഈ പാപമാണ് സകല മദ്യപാനത്തിന്റെയും പിമ്പിലെ കാരണം. ഈ പാപമാണ് സകല വ്യഭിചാരത്തിന്റെയും പിമ്പിലെ കാരണം. ഈ പാപമാണ് സകല വെറിക്കൂത്തിന്റെയും പിമ്പിലെ കാരണം. ഈ പാപമാണ് സകല മൂലച്യുതികളുടെയും പിമ്പിലെ കാരണം. ഈ പാപമാണ് സകല സാമൂഹിക വിപത്തുകളുടെയും പിമ്പിലെ കാരണം. എന്തുകൊണ്ട് കോടതികളുടെ എണ്ണം പെരുകുന്നു? എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകൾ പെരുകുന്നു? എന്തുകൊണ്ട് പോലീസുകാരുടെ എണ്ണം പെരുകുന്നു? എന്തുകൊണ്ട് ജയിലറുടെ എണ്ണം പെരുകുന്നു? ഇവിടെ പണിയുന്ന ജയിലുകൾ പോരാ, കുറ്റവാളികളെ തുറങ്കലടയ്ക്കാൻ പുതിയ ജയിലുകൾ ഇനിയും പണിയേണ്ട കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കലാലയങ്ങളിൽ പഠിക്കാൻ ഒരു പക്ഷേ വിദ്യാർത്ഥികൾ കുറവായിരിക്കാം. മതപാഠശാലകളിൽ പോകുവാൻ ഒരു പക്ഷേ വിദ്യാർത്ഥികൾ കുറവായിരിക്കാം. ആരാധനാലയങ്ങളിലേക്ക് പോകുവാൻ ഒരുപക്ഷെ വിശ്വാസികൾ കുറവായിരിക്കാം. എന്നാൽ ജയിലിൽ പോകുവാൻ ആളിനൊരു കുറവുമില്ല. കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. കാരണം എന്താണ്? സകല വിപത്തിന്റെയും സകല അനിശ്ചിതത്വത്തിന്റെയും സകല തരം താഴ്ചയുടെയും സകല കുടുംബ തകർച്ചയുടെയും സകല മദ്യാസക്തിയുടെയും സകല പ്രശ്നത്തിന്റെയും പിന്നിലെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് പാപമാണ്. ആ പാപത്തെ പരിഹരിക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്നേഹിതേ, നീ നേരിടുന്ന സകല അനിശ്ചിതത്വത്തിന്റെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം നീ അറിയാതെ നിന്നിൽ നിന്റെ കുടുംബത്തിൽ കുടികൊള്ളുന്ന പാപമാണ്. കുടുംബം തകർന്നിരിക്കുന്നു. തലമുറകളുടെ ഭാവി വഴിയാധാരമായിരിക്കുന്നു. നീ മദ്യാസക്തിക്ക് അടിമയാണോ? നീ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങൾക്ക് അടിമയാണോ? നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. പലപ്പോഴും ഉള്ള മദ്യം മുഴുവൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് തീരുമാനിക്കും ഈ മദ്യം കഴിച്ച ശേഷം നാളെ മുതൽ മദ്യം തൊടുകയില്ല. ലഹരി പദാർത്ഥങ്ങൾ മുഴുവൻ ഉപയോഗിച്ച ശേഷം അത് കയ്യിലെടുത്ത് പൊളിക്കുകയും ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ഇത് കൈകൊണ്ട് തൊടുകയില്ല.
നിനക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നീ ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് സ്നേഹിതേ നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഘടകമെന്ന് പറയുന്നത് നീ അറിയാതെ നിന്നിൽ വാഴുന്ന പാപമാണ്. ആ പാപത്തിന് പ്രതിക്രിയ ലഭിക്കാത്തിടത്തോളം കാലം, ആ പാപത്തിന് ചികിത്സ ലഭിക്കാത്തിടത്തോളം കാലം, ആ പാപത്തിന് മോചനം ലഭിക്കാത്തിടത്തോളം കാലം നീ സ്വതന്ത്രൻ എന്ന് പറയുവാൻ, നീ സ്വതന്ത്ര എന്ന് പറയുവാൻ നിനക്ക് കഴിയത്തില്ല. അപ്പൊ ഇന്നിന്റെ മനുഷ്യൻ സ്വതന്ത്രനാകേണ്ടിയത്, മോചിതനാകേണ്ടിയത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നുമാണ്. സകല അനിശ്ചിതത്വങ്ങളുടെയും സകല സാമൂഹ്യ വിപത്തുകളുടെയും സകല മൂല്യച്യുതികളുടെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യനിൽ വാഴുന്ന പാപമാണെങ്കിൽ നമ്മുടെ സമൂഹം മോചനം പ്രാപിക്കേണ്ടിയത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ പാപത്തിന്റെ അധിനിവേശത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ദൈവശക്തിയാകുന്ന മനുഷ്യന് മോചനം കൊടുക്കുവാൻ ആർക്ക് കഴിയും? അതിനുള്ള ഒറ്റ വ്യക്തിപ്രഭാവമാണ്, ഏക വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അവൻ പാപമില്ലാത്തവനാണ്, അവൻ പരിശുദ്ധനാണ്. ഒരു പാപിക്കൊരിക്കലും ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു അന്ധനെ ഒരിക്കലും ഒരു അന്ധനെ വഴി കാണിക്കാൻ പറ്റത്തില്ല. ഒരു മധ്യസ്ഥന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മധ്യസ്ഥന്മാർക്കും ഒരു പുണ്യവാളന്മാർക്കും നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അത് അന്ധൻ വഴി കാട്ടുന്നത് പോലെയാണ്. നിങ്ങളുടെ പാപത്തെ പരിഹരിക്കുവാൻ പാപമില്ലാത്തൊരു പരിശുദ്ധനെ ഇന്ന് പകൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവനാണ് കർത്താവായ യേശുക്രിസ്തു. വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്തിൽ നിന്നും രക്ഷ? പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നിനക്ക് രക്ഷ തരാൻ, നിനക്ക് മോചനം തരാൻ യേശുക്രിസ്തു മതിയായ രക്ഷകനാണ്. അതുകൊണ്ട് പാപത്തിലും പാപം മികച്ച ദുരന്തത്തിലും പിടയുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, അതിലൂടെ സമാധാനം സ്വസ്ഥത നഷ്ടപ്പെട്ട ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, പാപപരിഹാരത്തിന് ഇന്നലകളിൽ ഭജിച്ചതും സേവിച്ചതും പിഞ്ചെന്നതുമായ സകല ശക്തികളാലും മധ്യസ്ഥരാലും ദൈവങ്ങളാലും കൈവിടപ്പെട്ട് എന്നെ വലയ്ക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നും എനിക്കൊരു മോചനമില്ല എന്ന് നനച്ച് പാപത്തിന്റെ വല്ലാത്ത ഭാരം ചൊല്ലി തകർന്ന് നിരാശയോടെ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിക്ക്. നിങ്ങളുടെ സകല തകർച്ചകളെയും നന്മയാക്കാൻ, പാപം നിങ്ങളിൽ വിതച്ച സകല ദുരന്തത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് ഈ നല്ല രക്ഷകനാകുന്ന യേശുവിനായി സമർപ്പിക്കുക. യേശുവേ, അങ്ങ് എന്റെ രക്ഷകനാണ്. അങ്ങ് മഹാദൈവമായിട്ടും മനുഷ്യനായി ലോകത്തിൽ വന്നത് എനിക്ക് വേണ്ടി. അങ്ങൊരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അവിടുത്തെ ബലിമരണത്തിന്റെ മുഴുവൻ സാധ്യതയും എന്റെ പാപമോചനമായി ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് ക്രൂശിലൊഴുക്കിയ രക്തത്തിലൂടെ എന്റെ പാപത്തെ കഴുകി, പാപം എന്നിൽ വിതച്ച ദുരന്തത്തെ കഴുകി എന്നെ ഞങ്ങളുടെ മകനും മകളുമാക്കി മാറ്റണമേ എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ തെറ്റിയൊഴിയാനല്ല നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുക. അതുകൊണ്ട് ബ്രദറെ, ഞാനൊരു തകർന്ന വ്യക്തിയാണ്, ഞാനൊരു രോഗിയാണ്, ഞാൻ മനസമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. യേശു എനിക്ക് സ്വാതന്ത്ര്യം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? ചില മിനിറ്റുകൾ ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പരസ്യമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. യേശു തന്റെ ദിവ്യ സമാധാനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കും. അത്ഭുതകരമായി അവൻ നിങ്ങളെ സൗഖ്യമാക്കും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞു രോഗിയാണ്, എന്റെ പ്രിയപ്പെട്ടവൻ രോഗിയാണ്. ഞങ്ങൾ സാമ്പത്തികമായും മാനസികമായും തകർന്നവരാണ്, ശാരീരികമായി ഞങ്ങൾ തകർന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും മുൻപോട്ട് വന്നാൽ മടിക്കാതെ നിങ്ങൾ മുൻപോട്ട് വന്നാൽ ഇത് നിങ്ങളുടെ വിടുതലിന്റെ പകലാണ്, നിങ്ങളുടെ സമാധാനത്തിന്റെ പകലാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ പകലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത വിടുതലുകൾ വെളിപ്പെടുന്ന പകലാണ്. മടിക്കാതെ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് ഈ നല്ല രക്ഷകനാകുന്ന യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് അവിടുത്തെ മരണത്തിലൂടെ മാനവരാശിക്ക് വിഭാവന ചെയ്ത ദിവ്യ സമാധാനം വിശ്വാസത്താൽ പ്രാപിക്കുക. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആർക്കെങ്കിലും
പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മടിക്കാതെ ദയവായി നിങ്ങൾ മുൻപോട്ട് വരിക. യേശു നിങ്ങളെ തൊടും. നിങ്ങളുടെ എത്ര പഴക്കം ചെന്ന രോഗങ്ങളാണെങ്കിലും, നിങ്ങളെ അലട്ടുന്ന എത്ര മാരകമായ പൈശാചിക ബന്ധനമാണെങ്കിലും, നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എത്ര വലിയ കടക്കണുകളാണെങ്കിലും, നിങ്ങളെ പിടിച്ചിരിക്കുന്നത് എത്ര അസമാധാനപരമായ വിഷയങ്ങളാണെങ്കിലും, അതിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ യേശു മതിയായ രക്ഷകനാണ്. അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർ മുൻപോട്ട് വരിക. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് മുൻപോട്ട് വരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ സന്ദേശം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അതെ, ഞങ്ങൾക്ക് അടുത്ത മീറ്റിംഗിലേക്ക് പോകേണ്ടതുണ്ടെങ്കിലും ഇന്ന് ഞങ്ങൾ അത് മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുവാൻ സന്നദ്ധമാണ്. നിങ്ങളുടെ വീടുകളിൽ വരുവാൻ സന്നദ്ധമാണ്. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സന്നദ്ധമാണ്. നിങ്ങളുടെ മുറിവുകൾ എത്ര വലുതായിരുന്നാലും, എത്ര വലിയ രോഗബാധകളിലായിരുന്നാലും, കുടുംബ തകർച്ചകളിലായിരുന്നാലും യേശു നിങ്ങളെ വിടുവിക്കും. ആകയാൽ നിങ്ങൾ മുൻപോട്ട് കടന്നു വരിക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സമയത്തെ നിങ്ങൾ ഗണ്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വിടുതലാണ് ആവശ്യം. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുവാനും ഞങ്ങൾ സന്നദ്ധമാണ്. പ്രാർത്ഥിക്കാം ഈ സമയങ്ങളിൽ. സ്തോത്രം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനി വരുവാനുള്ള സഹോദരങ്ങളൊക്കെ മുൻപോട്ട് കടന്നു വന്നാട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം തരുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ കടബാധ്യതകളിൽ, നിങ്ങളുടെ കുടുംബ തകർച്ചകളിൽ നിന്ന് വിടുവിപ്പാൻ യേശു നിങ്ങളെ ആഗ്രഹിക്കുന്നു. ഈ ദേശത്തെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ ദേശം മദ്യപാനം മുടിച്ചു കളയുകയില്ല. ഈ ദേശം തകർന്നു പോകുകയില്ല. ഈ ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. ഈ ദേശം വിടുവിക്കപ്പെടും. ഈ ദേശം ഒരു അത്ഭുതമായി തീരും. ഈ ദേശത്തുനിന്ന് സകല ബാധകളും മാറിപ്പോകും. ഈ ദേശത്തുനിന്ന് എല്ലാ വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് അകറ്റി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ. കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഉണ്ടാകുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവർ മാറട്ടെ. അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. ഈ ദേശത്തെ രോഗികൾ സൗഖ്യമാകട്ടെ. മദ്യപാനത്തിന്റെ അഡിഷനുകൾ മാറട്ടെ. ഭവന തകർച്ചകൾ, കുടുംബ തകർച്ചകൾ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക വൈകല്യങ്ങൾ, മാനസിക രോഗങ്ങൾ മാറട്ടെ. കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം തകർന്നവർക്ക് കർത്താവെ പുതുബലം കൊടുത്ത് അവർ പണിയപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ദേശത്തെ സമർപ്പിക്കുകയാണ്. ദേശം സ്വസ്ഥത പ്രാപിക്കട്ടെ. ദേശത്തിന്റെ കലാപങ്ങളും കലഹങ്ങളും നീങ്ങിപ്പോകട്ടെ. ദേശം ദിവ്യ സമാധാനത്താൽ നിറയപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് ദേശം നിറയുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാപാര ശക്തികളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമിട്ടേക്കുന്നു. എല്ലാ വ്യാപാര ശക്തിയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ജയമിട്ടേക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. കർത്താവ് വിടുവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് വിടുവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ മുൻപോട്ട് കടന്നു വന്നാട്ടെ. പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങള് എല്ലാവരും വന്നാട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ സ്തോത്രം. ഭാരപ്പെടുന്ന എല്ലാ ഭാരങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ടല്ലോ. യേശു നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും സമാധാനവും നൽകും. ദേശത്തെ അനുഗ്രഹിക്കും. സ്വസ്ഥതകളെ നൽകും. ബാധ്യതകളും ഭാരങ്ങളും എല്ലാം അഴിയും. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു സ്നേഹിക്കുന്നുണ്ട്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഭർത്താവിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സഹോദരിയുടെ ജീവിതം അനുഗ്രഹിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദുഃഖങ്ങളെല്ലാം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, എല്ലാ തകർച്ചകളും മാനസിക അസമാധാനവും മാറട്ടെ. കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ. ക്രിസ്തുവിനായി വേർതിരിയപ്പെടട്ടെ. കുടുംബമൊത്തമായി ക്രിസ്തുവിൽ സന്തോഷിപ്പാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. അമ്മച്ചിവാ സ്തോത്രം. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ അമ്മച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിന് ആയുസ്സും ആരോഗ്യം കൊടുക്കണം. ശരീരത്തിന്റെ രോഗബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന് വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാനിടയാകട്ടെ. കണ്ണുനീരുകൾക്കെല്ലാം ഒരു പരിഹാരം കൊടുക്കണമേ. ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം മാറണമേ. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം കൊണ്ട് ഈ ഹൃദയം നിറയട്ടെ. കർത്താവേ, ശപിക്കപ്പെട്ട അനുഭവങ്ങളെല്ലാം മാറി ദൈവിക സമാധാനം കൊടുത്ത് ജീവന്റെ നിറവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം കൊണ്ട് തൃപ്തമാക്കാട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ അന്ധകാരത്തിന്റെ മദ്യപാന ശീലങ്ങളും എല്ലാം വഴിവിട്ട ജീവിതങ്ങളിൽ നിന്നും തലമുറകളെ വിടുവിക്കണമേ. ഈ മാതാവിന്റെ ഹൃദയത്തിന് തണുപ്പ് കൊടുക്കണമേ. കണ്ണുനീരുകൾക്ക് പരിഹാരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
പ്രിയമാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ തരും നിന്റെ മകളുടെ കണ്ണുനീരുകളെ കാണണമേ. ഹൃദയം തകർന്ന് നുറുങ്ങിയിരിക്കുന്നല്ലോ കർത്താവേ. മുറിവേറ്റവരെ കർത്താവേ നീ അരികിൽ സമീപസ്ഥനായ ദൈവമാണ്. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. അപ്പാ ഈ അമ്മയുടെ ഹൃദയത്തെ നീ കാണുന്നല്ലോ. അവിടുന്ന് തൊടുമാറാകണമേ. നസ്രയനായ യേശു കർത്താവേ, ആ മുറിവുകളെ കഴുകണമേ, പാപങ്ങളെ കഴുകണമേ, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ, ആയുസ്സിനെയും ആരോഗ്യത്തെ നൽകണമേ, തലമുറകളെ രക്ഷിക്കണമേ. അവർ നഷ്ടപ്പെട്ടു പോകരുതേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബം സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുളിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ അഴിച്ചു മാറ്റി അനുഗ്രഹിച്ചയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമാതാവിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അമശിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ശാരീരിക ക്ഷീണങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തെ കർത്താവേ, ആ മാനസിക അവസ്ഥകളെല്ലാം കർത്താവേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ രോഗബന്ധനത്താൽ തീർന്നു പോയി എന്ന് പറഞ്ഞ് കർത്താവേ സ്തോത്രം കൈയൊഴിയപ്പെട്ടെടുത്തുനിന്ന് നീ ആയുസ്സും ആരോഗ്യം കൊടുത്ത് ബലപ്പെടുത്തി നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ശരീരത്തെ അവിടുന്ന് ബലപ്പെടുത്തണം, ആരോഗ്യവും കൊടുക്കണം. കർത്താവേ, ദീർഘായുസോടെ ഇരുന്ന ദേശത്ത് യേശുവിന്റെ സാക്ഷിയായി മാറണം. കുടുംബജീവിതം തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. കുഞ്ഞുങ്ങളെ ദൈവം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി സ്വസ്ഥതയും സമാധാനം കൊടുക്കണം. ദാരിദ്ര്യവും ദുഃഖവും തുടച്ചു നീക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. മോളുടെ പഠനത്തെ അനുഗ്രഹിക്കുന്നു. അവൾ ബുദ്ധിയുള്ള കുഞ്ഞായി തീരട്ടെ. ഈ ദേശത്ത് ഈ തെരുവിൽ പൊലിഞ്ഞു പോകാതെ അവൾ ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ നാടിന്റെ പേരിനെ പ്രശസ്തമാക്കുന്ന നിലയിൽ അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മാനിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ സഹോദരവൃന്ദത്തെ അനുഗ്രഹിക്കണമേ. അവരോട് കളിച്ചു നടക്കുന്ന കൂട്ടു സഹോദര കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവൾ വിദ്യാഭ്യാസത്തിൽ ഉന്നതയാകട്ടെ. ഇവൾ ദേശത്തൊരു വെളിച്ചമായി തീരട്ടെ. ക്രിസ്തുവിന്റെ സൗരഭ്യവാഹകയായി മാറട്ടെ. ഇവൾ അഭിഷേകമുള്ള കുഞ്ഞായി മാറട്ടെ. ഈ ദേശത്തെ യേശുവിന്റെ സാക്ഷിയാകട്ടെ. കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രിയ മാതാവിനായി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി മകളുടെ മേൽ വ്യാപരിക്കണമേ. രോഗങ്ങളും ബന്ധനങ്ങളും അഴിയണമേ. പൂർണ്ണമായ സമാധാനവും സൗഖ്യവും ദൈവത്താലുള്ള വിടുതലും ഈ മകളുടെ മേൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് അനുഗ്രഹ വിഷയമായി ദൈവം നടക്കണമെന്ന് പ്രാർത്ഥിക്കുക. വിദ്യാഭ്യാസ രംഗങ്ങളിൽ മുമ്പോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്താൽ അനുഗ്രഹമായി തീരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയനെ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീർത്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരൻ കടന്നു വന്നാട്ടെ. സ്തോത്രം. കാലിന് വൈകാരികയാണോ? പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവ് വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ പാരലൈസ്ഡ് ആക്കിയതാ, ഇവനെ തളർത്തി കളഞ്ഞ, ഇവനെ കർത്താവേ ജീവിതത്തിൽ ഇവന്റെ കാര്യക്ഷമതയെ നശിപ്പിച്ച, ഇവന്റെ യൗവനത്തെ മുടിച്ചു കളഞ്ഞ അന്ധകാരത്തിന്റെ ശക്തിയോട് ഇവന്റെ ജീവിതത്തിൽ നിന്ന് കരമെടുത്ത് മാറ്റുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, പരിപൂർണ ആരോഗ്യത്തോടെ, കാലൂന്നി ആരോഗ്യത്തോടെ അവന്റെ ശേഷിപ്പുകൾ, അവന്റെ കർത്താവെ ബലഹീനമായ ശാരീരിക അവയവങ്ങൾ ബലപ്രാപിക്കട്ടെ. അവൻ കരുത്തുറ്റതയോടെ നിന്ന് കുടുംബത്തെ പുലർത്തുവാനുള്ള പ്രാപ്തിയോടെ മടങ്ങി വരട്ടെ. അവന്റെ നേർവുകൾ ശക്തി പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ യൗവനക്കാരനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദേശത്തിനെ മുടിച്ച അറുത്ത പിശാചിനോട് കരമെടുത്ത് മാറ്റുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തു ഇവന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന്റെ അടയാളമായി ഈ ദേശത്ത് പൈതൽ മാറട്ടെ കർത്താവേ. കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആത്മാവിനെ ക്രിസ്തുവിനായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപവിമോചനം നൽകട്ടെ, രക്ഷയെ അനുഭവിപ്പാൻ യോഗ്യമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. സ്തോത്രം. ഞങ്ങള് പ്രാർത്ഥിച്ച് ഞങ്ങള് സ്തോത്രം മുൻപോട്ട് കടന്നു വന്നാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. മാനസികമായി ബന്ധിച്ച അന്ധകാരത്തിന്റെ പോരിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. മാനസിക രോഗിയാക്കി തളർത്തിക്കളയുമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന പോരിനോട് നസറേനായ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്നു. മാനസികമായി ഇവനെ ബലഹീനപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ദുർബലമാക്കി കളയുന്ന അന്ധകാര വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു കർത്താവേ. ഉച്ച മുതൽ പാദം വരെ തിരു രക്തത്താൽ കഴുകി യേശുവിനെ അടയാളമാക്കി ഇവനെ തീർക്കുന്നു കർത്താവേ. ഈ ദേശത്ത് ദക്കപ്പലി ദേശത്തുനിന്ന് വിടുവിക്കപ്പെട്ട മനുഷ്യനെ പോലെ ഈ മകൻ ഈ ദേശത്തിന്റെ അനുഗ്രഹമായി അനേകർക്ക് യേശുവിന്റെ പ്രകാശമായി നിൽക്കട്ടെ. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. വാഴുന്ന വാഴ്ചയെ ഞാൻ ബന്ധിച്ചകറ്റുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം.
ഞങ്ങൾ അല്പസമയം കൂടെ നിൽക്കാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഉച്ചയുണ്ട സമയമൊക്കെയാണ്, അതൊന്നും സാരമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രിയായാലും നിങ്ങളുടെ ഭവനങ്ങളിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിപ്പാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് അയച്ചതാ. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അഭിഷേകം ദുഃഖങ്ങളെ തകർക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നല്ലോ. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രിയ പിതാവേ, ഞങ്ങൾ ദേശത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ സ്തോത്രം, അങ്ങയുടെ കരങ്ങളിലേക്ക് കുടുംബങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം, ഇടയനില്ലാതെ കണ്ട് കർത്താവേ സ്തോത്രം ആ മനുഷ്യരെ കണ്ട് നീ മനസ്സലിഞ്ഞ കർത്താവാണല്ലോ. ഇന്ന് കർത്താവേ സ്തോത്രം ഈ കൂട്ടങ്ങളെ, ഈ ചിതറിപ്പോയ കൂട്ടങ്ങളെ, തകർന്നുടഞ്ഞ മനുഷ്യരെ കർത്താവേ നീ കണ്ട് മനസ്സലിയോടെയാണല്ലോ ഞങ്ങളെ അയച്ചത്. അതുകൊണ്ട് കർത്താവേ അവരുടെ മുറിവുകളെ കെട്ടി അവരെ സൗഖ്യമാക്കി യേശുവിന്റെ സാക്ഷികളാക്കി ഈ ദേശത്ത് അവരെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ മാറട്ടെ, മദ്യപാനവും അന്ധകാരത്തിന്റെ ശക്തികളും എല്ലാം മാറട്ടെ. യൗവനങ്ങളെ അവരറിയാതെ വ്യാമോഹിപ്പിക്കുന്ന ലഹരിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. അവരെ ബന്ധിച്ച പിശാചിന്റെ കരുത്തെ ഞങ്ങൾ അറുത്തു മാറ്റുന്നു. ദേശത്തെ സ്വതന്ത്രമാക്കുന്നു. സമാധാനം വാഴട്ടെ, കൃപയിൽ പൊതിഞ്ഞാട്ടെ, രക്തത്തിൽ മറച്ചാട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കുടുംബങ്ങളെയും യേശുവിന്റെ രക്തത്താൽ മറയ്ക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.